ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ പോയി. ഞങ്ങൾ മരിച്ച അല്ല, എൻ്റെ അച്ഛനും അമ്മയൊക്കെ എവിടെ? കാണില്ലല്ലോ അവരൊന്നും. എവിടെ പോയി? എന്താണ് ഇങ്ങനെ നടക്കണ? ആടെ ഇങ്ങടെ വന്നേ, ഒന്ന് വാടാ. ഞാൻ ഒരു കാര്യം കാണിച്ചേ. ചിലപ്പോ നിനക്കൂതൊക്കെ പറ്റുമായിരിക്കും. ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ നടന്ന് അങ്ങനെ അവന് സ്പൈഡർമാനായി. പക്ഷെ എനിക്ക് ഇപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. എനിക്കൊരു 8 കാലം അടിച്ചാൽ ഏതൊക്കെ ടൈപ്പ് സ്പൈഡേഴ്സ് ആണ് നമുക്ക് പറയാൻ പറ്റൂല. എനിക്ക് വിശ്വാസമില്ല. അവന് പവറെങ്കിലും കാണിച്ചില്ലല്ലോ. ആ ശരി, കാണിച്ചുതരാം. അപ്പുറത്തോട്ട് പോവാ. ശ്രമിച്ചോക്കട്ടെ. നീ എന്ത് ഭ്രാന്താണ് വാങ്ങിക്കണത്? ഡാ, ഇങ്ങനെ എന്തോ ആണ്. എന്റെ കുന്താണെങ്കിലും വല്ലതും ചെയ്യടേ. എടുത്ത് വർക്ക് ആവണമെന്ന് തോന്നണില്ല. ഒന്ന് പോയേടേ. You can do it. നന്നായി അല്ല, അവനെന്തിനാ കരയണം? അതെ, അവന്റെ ബാലൻസിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കാനൊക്കെ തുടങ്ങി. അതാണ് അവൻ കിടന്ന് കരയണം. എനിക്കും ഇപ്പൊ എന്റെ ബാലൻസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് വിഷമം. എനിക്കൊരു സംശയമുണ്ട്, നമ്മ 3 മാത്രമുള്ള ഈ ഭൂമിയിൽ. എനിക്കും ആ സംശയമുണ്ട്. കടയിലും വീട്ടിലും നഗരത്തിലും ആരുമില്ല. എടാ, അയാച്ചി എന്തേ? എന്താ അണ്ണനെ കൊട്ടിയ? Years later. ശരിയാണല്ലോ. അയ്യോ കുഞ്ഞു, അതാരാണെന്ന് നോക്ക്. അയ്യോ, നമ്മുടെ അയാച്ചിയല്ലേ? ഇനി നിന്റെ സ്ട്രെങ്ത് അതും വേണം. കുറച്ചേ പൊട്ടിയുള്ളു. എനിക്കും പഠിപ്പിച്ചേരും. പോടാ. പഠിപ്പിച്ചോ പ്ലീസ്. എടാ, നീ ടെൻഷനൊന്നും അടിക്കണ്ട. എന്തിനാണ് എന്നെ കിട്ടിട്ടത്? എന്തിനാന്ന് വെച്ചാൽ നേരത്തെ നിന്റെ മേത്തുനിന്ന് ഒരു മോൺസ്റ്റർ വന്നേച്ച്. മോൺസ്റ്ററാ? എടാ, നീ പേടിക്കൊന്നും വേണ്ട. ഞങ്ങളിപ്പോ ആ മോൺസ്റ്ററിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ പോണേ. ഒന്നുമല്ല കാര്യം. നിന്നെ അങ്ങനെ 2-3 ഇടിയും. അപ്പൊ ആ മോൺസ്റ്റർ പുറത്ത് വരും. അപ്പൊ നിനക്ക് ആ മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയ്യോ, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. അയ്യോ 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 അയ്യോ
എടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടി അവനെ ഇടിച്ചത് മതി.